ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്മുകളിലെ രണ്ട് ഇനങ്ങളെക്കുറിച്ചാണ്. സ്വർഫാകുന്ന ഇസ്മ്, സ്വർഫാകാത്ത ഇസ്മ്. നമുക്കറിയാം, ഒരു കലിമത്തിൽ ഇസ്മ്, ഫിഅല്, ഹർഫ്, ഈ മൂന്ന് കലിമത്തുകളാണുള്ളത്. ഇസ്മും ഫിഅലും ഹർഫും. ഹർഫുകളെല്ലാം മബ്നിയാണ്. ഇറാബ് ഒന്നും സ്വീകരിക്കില്ല. റഫ് ഉണ്ടാവില്ല, ജർറ് ഉണ്ടാവില്ല, നസ്ബ് ഉണ്ടാവില്ല, ജസ്മ് ഉണ്ടാവില്ല. എന്നാൽ ഫിഅല്, മാളി, മുളാരി, അംറ്, നഹി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മുളാരി മുഅറബാണ്. മുളാരി മുഅറബാണ്. മാളി മബ്നിയാണ്. അംറും മബ്നിയാണ്. നഹി പിന്നെ മുളാരിൻ്റെ ഒരു രൂപം തന്നെ ആയതുകൊണ്ട് അത് മുഅറബാണ്. ലാ യദ്രിബ്, ലാ തദ്രിബ് എന്നൊക്കെ പറയുന്ന പോലെ. അംറ് ഗായിബും മബ്നിയാണ്. അംറ് ഹാദിറും മുളാരിയിൽ ഒന്നുമില്ല, അംറിൻ്റെ ലാമ പ്രവേശിക്കുകയാണല്ലോ, അപ്പോൾ അത് മുഅറബാണ്. ഏതായാലും ഫിഅലിൽ മുളാരിയാണ് മുഅറബ് എന്ന് പറയാം. ഫിഅലിൽ ജസ്മ് ഉണ്ടാകും. ജസ്മ് ഫിഅലിൽ മാത്രമേ ഉണ്ടാവൂ. ജർറ് ഉണ്ടാവില്ല. ജർറ് ഫിഅലിലേക്ക് വരില്ല, നമ്മൾ പഠിച്ചു. അതുപോലെ ഇസ്മും മുഅറബാണ്. ഇസ്മിലും അഭിനയുണ്ട്. ഫതഹിൻ്റെ മേൽ അഭിനയ ആയതുണ്ട്, കസറിൻ്റെ മേലുണ്ട്, റമ്മിൻ്റെ മേലുണ്ട്, സുക്കൂൻ്റെ മേലൊക്കെ അഭിനയ ആയതുണ്ട്. ഇസ്മിലുണ്ട്. പക്ഷെ മുഅറബാണ് കൂടുതലും. ഇസ്മിൻ്റെ പ്രത്യേകതയാണ് ഇസ്മിൽ ജർറ് പ്രവേശിക്കും എന്നുള്ളത്. ഇസ്മിൽ ജർറ് പ്രവേശിക്കും എന്നത് ഇസ്മിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ ഇസ്മിൽ ജസ്മ് ഉണ്ടാവില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അങ്ങനെ ഇസ്മിൽ മുത്തമക്കിനായ ഇസ്മ്, മുളാരിയായ ഫിഅല് ആണ് മുഅറബ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കലാമിൽ മുത്തമക്കിനായ ഇസ്മും മുളാരിയായ ഫിഅലുമാണ് മുഅറബ്. ബാക്കിയൊക്കെ മബ്നിയാണ്. ഈ മുത്തമക്കിനായ ഇസ്മ് അത് ഒന്നും കൂടി ഫസ്റ്റ് ഗ്രേഡിലേക്ക് ഉയരുമ്പോൾ അംകനായ ഇസ്മ എന്ന് പറയും. അതാണ് സ്വർഫായ ഇസ്മ. എന്നാൽ ചില സമയത്ത് ഫിഅലിനോട് സാദൃശ്യത ഉണ്ടാവും. ഫിഅലിന് രണ്ട് പ്രത്യേകത ഉണ്ടാകുന്ന പോലെ ചില ഇസ്മുകൾക്ക് രണ്ട് പ്രത്യേകത ഉണ്ടാവും. അപ്പം അത് ഫിഅലിനോട് സാദൃശ്യമായതുകൊണ്ട് ഫിഅലിൽ ജർറ് വരുമല്ലോ. അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ സാദൃശ്യമായി വരുന്ന ഇസ്മിലും തൻവീനോട് കൂടെയുള്ള ജർറ് വരൂല. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ അലിഫ്ലാമിൽ വരുമ്പോൾ ജർറ് വരും. അതുപോലെ ജർറിൻ്റെ ഇലാഫത്തിൻ്റെ സമയത്തും ജർറ് വരും. അത് തൻവീൻ ഇല്ലാത്ത രൂപത്തിലാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ നിത, ഫൈസ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് 9 ഫറകളെ കുറിച്ചാണ്. ഈ 9 ഫറകൾ ഒരു ഇസ്മിന് സംഭവിക്കുമ്പോൾ അത് 9 ഫറ ഒന്നിച്ചു വേണ്ട, 9ൽ 2 ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഫിഅലിനോട് സാദൃശ്യമായി അതിൽ തൻവീനോട് കൂടെയുള്ള ജർറ് പ്രവേശിക്കില്ല. നോക്കാം. മവാനിഉ സർഫി, സ്വർഫിനെ തടയുന്ന കാര്യങ്ങൾ. സ്വർഫിനെ തടയുന്ന കാര്യങ്ങൾ. നമ്മൾ സ്വർഫാവുകയാണ് ഒരു ഇസ്മി വേണ്ടത്. ചില സമയത്ത് സ്വർഫിനെ തടയും. തൻവീനോട് കൂടെയുള്ള ജർറ് വരില്ല.
അങ്ങനെയുള്ള സർഫിനെ തടയുന്ന കാര്യങ്ങൾ അത് തിസ്അത്തു ഫുറൂഇൻ 9 ഫറുകളാണ്. അവന് ഭക്ഷണം കൊണ്ടുവന്നു കേട്ടോ. അപ്പം അതിന് 9 ഫറുകൾ. അല്ല അവലോ അതിന് ഒന്നാമത്തത് വസ്നുൽ ഫിഇലി. വസ്നുൽ ഫിഇലാണ്. അത് ഫിഇലിൻ്റെ വസ്നിൽ ഇസ്മു വരിക. ഫീലിനാണ് സാധാരണഗതിയിൽ അത് അറബികൾ ഉപയോഗിക്കല ആ വസ്നെ. നമ്മുടെയൊക്കെ പേര് ഇപ്പോൾ ജാബിർ, അത് ഇസ്മിൻ്റെ വസ്നാണ്. അതുപോലെ ഓരോന്നെടുത്ത് നോക്കിയാൽ ഓരോ പേരെടുത്ത് പരിശോധിച്ചാലും അത് ഇസ്മിൻ്റെ വസ്നാണ്. എന്നാൽ ചില സമയത്ത് ചില അറബികൾ ഫിഇലിൻ്റെ വസ്നായിട്ട് ഉപയോഗിക്കുന്ന, ഫിഇലിന് മാത്രമായിട്ട് വരുന്ന രൂപങ്ങളായിട്ട് വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ രൂപത്തിൽ ഇസ്മു വരിക. അപ്പം അത് സർഫിനെ തടയുന്ന കാരണങ്ങളിൽ ഒന്നാണ്. വഹുവ, അത് ഈ വസൻ ഫീൽ എന്നത് ഫറഉൻ അലൽ ഇസ്മി, ഇസ്മിൻ്റെ മേൽ പിരിഞ്ഞു വരുന്നതാണ്. അത് ഇസ്മിൻ്റെ ഫറആണ്. അപ്പോൾ ഇസ്മായിട്ട് വരികയാണ് വേണ്ടത്, ഇസ്മിൻ്റെ വസനുകളൊക്കെ ആയിട്ട് വരികയാണ് വേണ്ടത്. പക്ഷെ ഫീലിൻ്റെ വസനായിട്ട് വരുമ്പോൾ അത് സർഫിനെ തടയുന്ന കാരണമാണ്. ഇതുപോലെ അഹ്മദ്, അഹ്മദ് പോലെ, യഷ്കുർ, യഷ്കുർ പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹമീദ, ഹമീദൻ്റെ മുലാരിയാണ് യഹ്മദു. അഹ്മദു യഹ്മദാനി യഹ്മദൂന, തഹ്മദു തഹ്മദാനി യഹ്മദിന. അങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ അഹ്മദു എന്ന് കാണാം. അതുപോലെ യഷ്കുർ, ശക്കറ യഷ്കുർ. അപ്പോൾ ഒരാൾക്ക് അഹ്മദ് എന്ന് പേര് വെച്ചു, അല്ലെങ്കിൽ യഷ്കുർ എന്ന് പേര് വെച്ചു. അപ്പോൾ ഇത് ഫീലിൻ്റെ വസനിൽ വരുന്ന പദങ്ങളാണ്. ഇസ്മാണ് ശരി തന്നെയാണ്, ഫീലിൻ്റെ വസനിൽ വരുന്ന പദങ്ങൾ. അപ്പോൾ അത് വൈറു മുൻസരിഫായിട്ടാണ് വരിക. മനസ്സിലായോ? ഓക്കെയാണോ? ഈ രൂപത്തിൽ വരുന്ന പദങ്ങൾ, ഫീലിൻ്റെ വസനിൽ വരുന്ന പദങ്ങൾ എന്താവും? ആയി വരും. വസാനി, രണ്ടാമത്തത് അൽ മഅരിഫത്തു, മഅരിഫ. മഅരിഫ എന്ന് പറഞ്ഞാൽ പേര് എന്ന് നമ്മുടെ ഉദ്ദേശം കേട്ടോ. അലമ് എന്നാണ് ഉദ്ദേശം, പേര് വെക്കുക. വഹുവ ഫറഉൻ അലൻ നെക്കിറത്തി, അത് നെക്കിറയുടെ ഫറആണ്. ഈ മഅരിഫ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിതമായ വസ്തുവാണ്. നെക്കിറ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. അപ്പോൾ കോമൺ ആവുക എന്നത് ഇസ്മിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതിൽ നിന്നും പിരിഞ്ഞ് എന്ത് ചെയ്തു? സ്പെസിഫൈഡ് ആയിട്ട് ഒരു പ്രത്യേകമായ ഒന്നായി വന്നു. ഇതുപോലെ സെയ്ദ് അമ്ര, സെയ്ദ് അമ്ര പോലെ, സെയ്ദ് അലമാണ്, മാരിഫയാണ്, അമ്ര മാരിഫയാണ്. ഇത്തരത്തിൽ സെയ്ദും അമ്രും വരുന്നത് പോലെ മാരിഫയായിട്ട് വന്നു കഴിഞ്ഞാൽ അതും സർഫിനെ തടയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അഹമ്മദ് എന്ന് തന്നെ നോക്കുക നമ്മൾ. അഹമ്മദ് എന്നുള്ളത് ഒരാൾക്ക് പേരായിട്ട് വെച്ചു. അപ്പോൾ അതിൽ വസൻ ഫീലും ഉണ്ട്, മാരിഫയുണ്ട്, വേറെ ശരിപ്പാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വസാലിസു, മൂന്നാമത്തത് അത്തനീസു, മുഅന്നസാണ്. മുഅന്നസാവുക, മുഅന്നസ് ഒരു കാരണമാണ്. വഹുവ ഫറഉൻ അല തദ്കീരി, അത് മുദക്കറിൻ്റെ ഫറആണല്ലോ, മുദക്കറാണല്ലോ അസ്ല്, അതിന്ന് പിരിഞ്ഞുണ്ടായതാണ് ഇത് മുഅന്നസ്. അപ്പോൾ മുഅന്നസാവുക എന്നുള്ളതും സർഫിനെ തടയുന്ന കാര്യമാണ്. അതുപോലെ ഹിന്ദ്, ഹിന്ദ് മുഅന്നസാണ്, സൈനബ് മുഅന്നസാണ്. അപ്പോൾ ഇങ്ങനെ മുഅന്നസായിട്ട് വരിക. അപ്പോൾ മുഅന്നസും അലമും ഒന്നിലൊരുമിച്ച്. ഇപ്പോൾ സൈനബ്, സൈനബ് എന്നുള്ളത് മുഅന്നസാണ്, അതുപോലെ അലമുമാണ്, പേരുമാണ്, മാരിഫയാണ്. അത് രണ്ടും പാടെ ഒരുമിച്ച് കൂടിയതുകൊണ്ട് സൈനബ് ഒരു മുൻസരിഫാണ്. ഹിന്ദിനെ കുറിച്ച് നമ്മൾ പറയട്ടോ, ശേഷം പറയാം. ഹിന്ദ് മുഅന്നസുമാണ്, അലമുമാണ്. പക്ഷേ നടുവിൽ സുക്കൂനായതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് മുൻസരിഫായിട്ടാണ് പറയാം. ഹിന്ദിൻ തൻവീൻ ഉണ്ടല്ലോ നിങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ വറാബിയോ, നാലാമത്തത് അൽ വസ്ഫു, വസ്ഫ് വിശേഷണം പറയാം, സിഫത്തായിട്ട് വരിക. വഹുവ ഫറഉൻ അല ദാത്തി,
അത് റാത്തിൻ്റെ ഫറാണ്. റാത്ത് എന്ന് പറഞ്ഞാൽ തടി. ഒരാളുണ്ടായാലല്ലേ ആൾക്ക് വിശേഷണം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വെളുത്ത ഒരാൾ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചുവന്ന ഒരു സാധനം, ചുവന്ന പൂവ്, വെളുത്ത ഒരാൾ എന്നൊക്കെ പറഞ്ഞാൽ, വെളുത്തതാവുക എന്ന് പറഞ്ഞാൽ ആദ്യം എന്തു വേണം? ഒരു ശരീരം വേണം. എന്നിട്ട് ആ ശരീരത്തിലുണ്ടാകുന്ന വസ്തുവാണ് ഏത്? വിശേഷനാണ് ഈ ചുവന്നതാവുക, വെളുത്തതാവുക. അപ്പോൾ വസ്ഫ് ഒരു ഇസ്മ ഒരു വസ്ഫായിട്ട് വരുമ്പോൾ അത് ഓരോ മുൻസരിഫായിട്ട് ആവാനുള്ള ഒരു കാരണമാണ്, സർഫിനെ തടയുന്ന കാരണമാണ്. ഇതുപോലെ അഹ്മർ ചുവന്നത്, അബിയല വെളുത്തത്, ഹംറ ചുവപ്പ് തന്നെ കേട്ടോ. ചുവന്ന പെണ്ണിനിക്കാണ്, മുഅന്നസായ പദങ്ങൾക്കാണ് ഹംറ എന്ന് പറയാം. ബൈല അത് വെളുത്ത മുഅന്നസായ പദങ്ങൾക്കാണ്, മുഅന്നസായ വസ്തുക്കൾക്കാണ്. ഇതൊക്കെ സിഫത്താണ്. ഇതൊക്കെ അഹ്മർ എന്ന് പറയുമ്പോൾ റജുലുൻ അഹ്മറു ഒരു ചുവന്ന മനുഷ്യൻ, അല്ലെങ്കിൽ റജുലുൻ അബിയലു വെളുത്ത മനുഷ്യൻ. അബിയലുൻ എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ റഅയ്തു റജുലൻ അബിയല, ഞാൻ ഒരു വെളുത്ത ഒരു മനുഷ്യനെ കണ്ടു. റജുലൻ അബിയല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ തൻവീൻ ഉണ്ടാവില്ല, അത് വിശേഷണം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സർഫിനെ തടയുന്ന കാരണങ്ങളാണ്. സർഫിനെ തടയുന്ന പദങ്ങൾ ഇതൊക്കെ ഇസ്മാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഇസ്മാണ്. ആ ഇസ്മിലെ സർഫിനെ തടയുന്ന രണ്ട് കാരണങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് വയർ മുൻസരിഫാവും. തൻവീന് ഉള്ള ജറിനെ സ്വീകരിക്കൂല. ഉദാഹരണം പറയാം, അബിയത് വെളുത്തത്. വെളുത്തത് എന്ന് പറയുകയാണെങ്കിൽ വെളുത്ത ഒരു വസ്തുവിനെ കുറിച്ചാണെങ്കിൽ, വെളുത്ത ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാളാദ്യം വേണ്ടേ? അപ്പോൾ അടിസ്ഥാനമായിട്ട് ഉണ്ടാവേണ്ടത് ഒരു വസ്തുവാണ്. അതിനുണ്ടാകുന്ന പിന്നുണ്ടായിത്തീരുന്ന വിശേഷനാണ്. അപ്പോൾ അതിനെ തൊട്ട് പിരിഞ്ഞുണ്ടായതാണ് ഫറആണ് സിഫത്ത് എന്നുള്ളത്. ഏതുപോലെ ഇപ്പോൾ നമ്മൾ മാരിഫ പറയണ പോലെ ഒരാൾക്ക് പേര് വെക്കുന്നത്, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്നുള്ള കോമൺ ആയ ഒരു വസ്തുവാണ് പൊതുവെ ഉണ്ടാകുക. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പേര് വെച്ചു, സെയ്ദ് എന്നുള്ള പേര് വെച്ചു, അല്ലെങ്കിൽ അഹ്മദ് എന്നുള്ള പേര് വെച്ചു. അപ്പോൾ അത് പിരിഞ്ഞുണ്ടായി, ഒരു ഫറഇയ്യത്ത് ആ ഇസ്മിൽ വന്നു. അതിൻ്റെ മുമ്പ് പറഞ്ഞ പോലെ വസൻ ഫീല് ഇസ്മാണ് വേണ്ടത്. ഇസ്മിൻ്റെ വസനാണ് ഒരു ഇസ്മ യഥാർത്ഥ ഇസ്മാവണമെങ്കിൽ വേണ്ടത്. പക്ഷെ അത് ഫീലിൻ്റെ വസനിൽ വന്നു, അപ്പോൾ അതിന് പിരിഞ്ഞുണ്ടായി. അപ്പോൾ ഈ രൂപത്തിൽ ഇസ്മ വേണ്ടോടത്ത് ഫീലിൻ്റെ വസനിൽ വന്നു. അതുപോലെ നെക്കിറ കോമൺ ആവേണ്ടോടത്ത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു പേരായിട്ട് വന്നു. അല്ലെങ്കിൽ മുദക്കർ ആവേണ്ടോടത്ത് മുഅന്നസ് വന്നു, ഒരു ഇസ്മ മുഅന്നസായി വന്നു. അല്ലെങ്കിൽ റാത്ത് വരേണ്ട സ്ഥലത്ത്, ഒരു പദാർത്ഥം വരേണ്ട സ്ഥലത്ത് അതിൻ്റെ ഒരു വിശേഷണം വന്നു. ഇങ്ങനെയൊക്കെ ഈ കാരണങ്ങളൊക്കെ ആ ഇസ്മ, അങ്ങനെ വന്ന ഇസ്മ സ്വർഫാകുന്നതിനെ തടയുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് തൻവീനുള്ള ജറിനെ സ്വീകരിക്കൂല. ഓക്കെ ആണോ ഫൈസ? യെസ്. അപ്പം നമ്മൾ ഏതൊരു ഇസ്മ കണ്ടാലും അത് ഒരു മുൻസരിഫാണോ ഒരു മുൻസരിഫ് അല്ലേ എന്ന് നമുക്ക് തിരിയണം. അത് നമുക്ക് പറയാൻ പറ്റണം. ഇപ്പം നമ്മൾ ഇസ്മിനെ മുഅറബും മബ്നിയും തിരിച്ചു കഴിഞ്ഞാൽ വേറെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഒരു മനുഷ്യനെ കേരളക്കാരൻ, തമിഴ്നാട്ടുകാരൻ എന്നിങ്ങനെ നമുക്ക് രണ്ടായി തിരിച്ചുകൂടാ. കേരളക്കാരനാണ്, തമിഴ്നാട്ടുകാരനാണ് എന്ന് തിരിക്കാം. അത് തന്നെ ആളുകളെ നമുക്ക് എന്തും തിരിക്കാം. ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന രൂപത്തിൽ തിരിക്കാം. ആണുങ്ങൾ പെണ്ണ്. അപ്പോൾ ആണുങ്ങൾ എവിടെ ഉണ്ടാവും? തമിഴ്നാട്ടിലും ആണുങ്ങളുണ്ടാവും, കേരളത്തിലും ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. ഇനി വേറെ രൂപത്തിൽ തിരിക്കാം. എന്ത്? നീളമുള്ളവർ, നീളം കുറഞ്ഞവർ, അങ്ങനെയും തിരിക്കാം. ഇനി വേറെ തടിയുള്ളവർ, തടിയില്ലാത്തവർ, വെളുത്തവർ, വെളുക്കാത്തവർ, അങ്ങനെ പല പല രൂപത്തിലും നമുക്ക് ഇസ്മിനെ ഓരോ നമ്മുടെ നാട്ടിലെ ആളുകളെ, ജനങ്ങളെ തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇസ്മിനെ നമ്മൾ ഒരു തരത്തിൽ തിരിച്ചു, മുഅറബും മബ്നിയും. ഇസ്മിനെ നമ്മൾ എന്താക്കി തിരിച്ചു? മുഅറബും മബ്നിയാക്കി തിരിച്ചു. അതുപോലെ ഇസ്മിനെ നമ്മൾ ഏകവചനം, ദ്വിവചനം, ബഹുവചനം അങ്ങനെയാക്കിയിട്ടും തിരിച്ചു. ഇനിയൊരു ഇസ്മിനെ നക്കീറ, മാരിഫ അങ്ങനെയും തിരിച്ചു.
പിന്നെ വേണമെങ്കിൽ ഒരു ഇസ്മ് റഫ് ആയിട്ട് വരുന്ന ഇസ്മ്, ജറായിട്ട് വരുന്ന ഇസ്മ്, നെസ്ബായിട്ട് വരുന്ന ഇസ്മ, അങ്ങനെയും തിരിക്കാം. ഇപ്പോൾ വേറൊരു തിരിക്കലാണ്, തരം തിരിക്കലാണ് മുൻസരിഫായ ഇസ്മ് ഒരു മുൻസരിഫായ ഇസ്മ് നമ്മൾ വേറെ തിരിക്കലാണ്. അപ്പം അങ്ങനെ എന്തേ എന്തേ ആ മനസ്സിലായോ? ഫൈസക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഏതൊരു ഇസ്മിനെ കണ്ടാലും നിങ്ങൾക്ക് ഓയിൽ മുൻസരിഫാണോ അത് മുൻസരിഫാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതെങ്ങനെ തിരിച്ചറിയാം? ഇങ്ങനെ തന്നെ തിരിച്ചറിയാം. അടുത്തത് അഞ്ചാമത്തത് വൽ ഖാമിസു 5 അൽ അദ്ലു അദ്ല് തെറ്റി വന്നത്. വഹുവ ഫറഉൻ അലൽ ഇസ്തിവാ, അത് ഇസ്തിവായിൻ്റെ ഫറാണ്. ഇസ്തിവായിൻ്റെ ഫറ, ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ശരിയായി വരേണ്ടത്, ചൊവ്വായി വരേണ്ടത്. ഇതുപോലെ ഉമർ, ഉമറ, അമ്ര എന്നാണ് ശരിക്കും അത് വരേണ്ടത്. പക്ഷേ ഇത് തെറ്റിച്ചു, ഉമർ എന്ന് വേറെ മുൻസരിഫാണ്. സുഫർ, മൗഹദ്, മസ്ന, വാഹിദ്, അഹദ് എന്നൊക്കെയാണ് വരേണ്ടത്. വാഹിദ്, അഹദ് അതൊക്കെ മുൻസരിഫാണ്. പക്ഷെ അതെന്ത് ചെയ്തു? മൗഹദ്, ഇസ്നാനി, ഇസ്നത്താനി, ഇത് മസ്നാന്ന്. സുഫർ, സഫീറാണ് സുഫർ എന്ന്. ഇങ്ങനെ തെറ്റിച്ചു വന്നു. അപ്പം അതിലും ഒരു കാരണമാണ്. വസാദിസു 6 അൽ ഉജ്മത്തു അനറബി, ഉജ്മ വഹുവ ഫറഉൻ അലൽ അറബി, അത് അറബിൻ്റെ ഫറാണ്. അറബിയാകുക എന്നുള്ളതാണ് ഒരു ഇസ്മ് മുൻസരിഫാകാനുള്ള ഒരു കാരണം. അപ്പോൾ അതിന് പിരിഞ്ഞു വന്നു എന്ത്? ആ ഇസ്മി അനറബി വന്നു. അപ്പോൾ ഇതുപോലെ ഇബ്രാഹിം, റുസ്തും എന്നൊക്കെ പറഞ്ഞ പോലെ. ഇബ്രാഹിം എന്നുള്ളതൊന്നും അറബിയല്ല, അനറബിയാണ്. വസാബി 7 അത്തർക്കീബു, തെർക്കീബാണ്. തെർക്കീബ് എന്ന് പറഞ്ഞാൽ 2 പദം ഒന്നായി. വഹുവ ഫറഉൻ അല തൗഹീദ്, അത് ഏകത്വത്തിൻ്റെ ഫറാണ്. ഒന്നായി വരിക എന്നുള്ളതാണ് ഇസ്മ. പക്ഷെ അത് രണ്ട് പദം കൂടിയിട്ടൊരു ഇസ്മായി. ഏതുപോലെ ഹലറ മൗത്ത്, ഹലറ മൗത്ത് പോലെ ഒരു സ്ഥലപ്പേരാണത്. ബാലബക്ക്, അപ്പോൾ ഹലറ മൗത്ത് എന്നതും ബാല ബക്ക് എന്ന ഈ 2 പദങ്ങൾ ഒന്നിച്ച് ഹലറ മൗത്ത്, ബാലബക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു മുൻസരിഫാകാനുള്ള ഒരു കാരണമാണ്. ഓക്കെ, യെസ്. വസാമിനു 8 അൽ ജംഉ, ബഹുവചനം. വഹുവ ഫറഉൻ അലൽ വാഹിദ്, അത് ഏകവചനത്തിൻ്റെ ഫറാണ്. ഇസ്മി ഏകവചനമായി വരലാണ്. പക്ഷെ ഇത് എല്ലാ ജമ്മു അല്ല. വദാലിക, അത് ജംഉൻ ഒരു ജം ആണ്. ലാ യൂജദു, ഉണ്ടായിട്ടില്ല. അലാ വസനിഹി, അതിൻ്റെ വസനിൽ, അതിൻ്റെ രൂപത്തിൽ ഷൈഉ മിനൽ അസ്മായിൽ ആഹാദ്, ഏകവചനം. ഏകവചനങ്ങളൊന്നും അതിൻ്റെ രൂപത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം മസാജിദ് പോലെ. മസാജിദ് എന്നുള്ളത് ഒരു ജം ആണ്, മസ്ജിദിൻ്റെ ജം ആണ് മസാജിദ്. പക്ഷേ ഈ മസാജിദ് എന്ന വസനിൽ ഒരൊറ്റ ഏകവചനവും നമുക്ക് കാണാൻ കഴിയില്ല. ഉദാഹരണം നമുക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ അൻഫാസ് എന്നൊരു കുട്ടിയുടെ പേരാണ് അൻഫാസ്. അൻഷാദ്, അതൊക്കെ പേരാക്കിയിടും. അൻഷാദ് എന്നുള്ള ജം ആണ്.
ജം ഇപ്പോൾ എന്താണ് ഒരു ജംഇൻ്റെ, പക്ഷെ അത് ഏകവചനത്തിന് ഉപയോഗിച്ചു, ഏകവചനമായി. ഇനി ചില പദങ്ങൾ അങ്ങനെ ഉണ്ടാവും, ചില ജംകൾ ആ വചനിക്ക് ഏകവചനമായിട്ട് ഉപയോഗിക്കുന്നല്ല, ഒരു പദം ഉണ്ടാവില്ല. അപ്പം അത്തരം പദങ്ങൾ, അത്തരം ജംകൾ വേറെ മുൻസരിഫാവാനുള്ള കാരണമാണ്. മസാജിദ്, മസാബീഹ്, ദവാബ്, ജവാരിയ, ഇതൊക്കെ അങ്ങനെ തന്നെ വരും. മസാജിദ, മസാബീഹ, ദവാബ, ജവാരിയ, ഇതൊക്കെ എന്താണ് വേറെ മുൻസരിഫാണ്. ആണ് ഇത് ഈ വസനില്ലേ. ഇപ്പോൾ മസാജിദ് എന്നുള്ള വസനിൽ ഒരൊറ്റ ഏകവചനവും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ പല ജമ്മുകളും ഏകവചനത്തിൻ്റെ രൂപത്തിൽ മറ്റു ചില ഏകവചനങ്ങൾ കാണാവുന്നതാണ് ആ ജമ്മിൻ്റെ രൂപത്തിൽ. ഇപ്പം അഷ്ഹുർ, ഷുഹൂർ, ഷുഹൂർ എന്ന് പറഞ്ഞാൽ അത് ജമ്മാണ്. അഷ്ഹുർ എന്ന് പറഞ്ഞാൽ ജമ്മാണ്. പക്ഷെ അഷ്ഹുർ എന്നുള്ളതിൻ്റെ ഒരു അതേ വചനത്തിൽ തന്നെ നമുക്ക് ഏകവചനം കാണാൻ കഴിയും. അതേ വചനത്തിൽ ഏതുപോലെ ഒരു പദം ഏതാ പറയുക, അഷ്ഹുർ. ഷുഹൂർ, ഷുഹൂർ എന്നുള്ളതിൻ്റെ രൂപത്തിൽ ഏകവചനം എവിടെ? ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് കൽബ്, നായ. നായൻ്റെ മുഫ്രദായ പദം കൽബ് എന്നുള്ളതാണ്. ഇനി ജമ്മാക്കാൻ പറ്റും അക്ലുബ്, അക്ലുബ് എന്നുള്ളത് ജമ്മാക്കാൻ പറ്റും. ഈ അക്ലുബ് എന്നുള്ളതിനെയും ജമ്മാക്കാൻ പറ്റും അക്കാലിബ്, മസാജിദ് പോലെ, മഫാഇൽ വസന പോലെ. ഈ അക്കാലിബിനെ എന്താക്കാൻ പറ്റൂല, അനി ജമ്മാക്കാൻ പറ്റൂല. അപ്പോൾ അക്കാലിബ് എന്നുള്ളതിൻ്റെ വസനിൽ എന്തുണ്ടായി, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ജമ്പില്ല, പക്ഷെ അതിൻ്റെ ഒരു മുഫ്രദ് ഉണ്ടായി അക്കുലുബ് എന്നുള്ളത്, അക്കുലുബ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, ഈ ജമ്മിൻ്റെ അർത്ഥം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ജമ്മും വരാൻ പറ്റൂല. ഇതിൻ്റെ അതേ വസനിൽ, ഇപ്പോൾ അക്കാലിബ് എന്നുള്ളതിൻ്റെ വസനി അല്ലെങ്കിൽ മസാജിദ് എന്നുള്ള വസനിൽ ഏകവചനത്തിൽ നിന്ന് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കൽബിൻ്റെ അക്കുലുബ് എന്ന് ജമ്മാക്കും, പക്ഷെ ആ അക്കുലുബിനെ തന്നെ നമുക്ക് വീണ്ടും ജമ്മാക്കിയിട്ട് അക്കാലിബ് എന്ന് പറയാൻ പറ്റും. ഇസ്മിൻ്റെ ജമ്മ് അസ്മാ, ആ അസ്മായിനും ജമ്മ് പറ്റും അസാമിയ്, അസാമിയ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇവിടെ
സാഷിഫ. ഇതാണ് ഒരു ജം. ഇതിന് മുന്തഹൽ ജം എന്ന് പറയട്ടോ. ഇതുണ്ടെങ്കിൽ ഒറ്റൊന്ന് മതി, ഈ ഒരു കാരണം മതി. ബാക്കിയുള്ളതൊക്കെ രണ്ട് കാരണങ്ങൾ വേണം വെറും സിഫാണ്. നോക്കാം. അത്താസി 9-ാമത്തത് അസിയാദത്തു, സിയാദത്ത് വർദ്ധിക്കുക, വർധനവുണ്ടാകുക. ഓ ഫറഉൻ അല തമാം, അത് പൂർണ്ണതയുടെ ഫറ ആണ്. പൂർണ്ണമാവുക എന്നുള്ളത് ആണ് ഒരു ഇസ്മിൻ്റെ പ്രത്യേകത. പക്ഷെ ഇതിന് ഒന്നിലും അതിൽ കൂടി, അലിഫും നൂനും കൂടി, അല്ലെങ്കിൽ അലിഫ് കൂടി, അങ്ങനെയൊക്കെ കൂടി, അത് ഫീലിൻ്റെ പ്രത്യേകതയാണ്. ഈ കുറയുക കൂടുക എന്നുള്ളത്. സുലാസി മുജറദിനെ ഒരക്ഷരം കൂടുമ്പോൾ മസീദ് പി ആവും, 2 കൂടും, ചിലപ്പോൾ 3 കൂടും. അപ്പോൾ ഈ തമാമിൻ്റെ ഫർ ആണ് വർധനവുണ്ടാകുക എന്നുള്ളത്, പൂർണ്ണതയുടെ ഫർ. വഹിയൽ അലിഫു വൻ നൂന് ഫി ഗളുബാൻ, അതേതാ ഗളുബാൻ എന്നുള്ളതിൽ അലിഫു നൂന്. അത്തുഷാൻ, അത്തുഷാൻ എന്നുള്ളതിലെയും ഷബ്ആൻ, ഷബ്ആൻ എന്നുള്ളതിലെയും. അപ്പോൾ ഇതൊക്കെ ഫറാണ്. ഇതാണ് 9. ഒന്ന് വസിൻ ഫീല്, 2 മാരിഫ, 3 തഅനീസ്, 4 വസ്ഫ്, 5 അദ്ല്, 6 ഉജ്മ, 7 തർക്കീബ്, 8 ജംഅ്, 9 സിയാദത്ത്. അതാണ് ഈ 9 ആണ്. ശ്രദ്ധിക്കണേ. ഇനി ഫഇദജ്തമഅ ഫിസ്മിൻ വാഹിദിൻ, ഒരൊറ്റ ഇസ്മിൽ ഒരുമിച്ച് കൂടിയാൽ, ഫറആനി, 2 ഫറഉകൾ ഒരുമിച്ച് കൂടി, മിൻ ഹാദിഹിൽ ഫുറൂ, ഈ ഫറഉകളിൽ നിന്നും 2 ഫറഉകൾ ഒരുമിച്ച് കൂടി. അല്ലെങ്കിൽ ഔ തഖററ ഫീഹി, അല്ലെങ്കിൽ ആ ഒരു ഇസ്മിൽ സ്ഥിരമായി, ഫറഉൻ വാഹിദുൻ മിൻഹ, ഇവകളിൽ നിന്നുള്ള ഒരു ഫറഉ സ്ഥിരമായി, ഒന്ന്. എങ്ങനെയുള്ള ഒന്നാണത്? യഖൂമു മഖാമഹുമ, 2 സ്ഥാനത്ത് നിൽക്കുന്ന ഒന്ന്, 2 സ്ഥാനത്ത് നിൽക്കുന്ന ഒന്ന് ഇതിലെന്തായി വന്നു. എന്നാൽ ഫഹുവ, ആ ഇസ്മ് ഗൈറു മുൻസരിഫിൻ, അത് ഗൈറു മുൻസരിഫാണ്. കാരണം എന്താണ്? ഫഖദ് ഷാബഹ, അത് സാദൃശ്യമായിരിക്കുന്നു, അൽ ഫീല, ഫീലിനോട്, മിൻ വജ്ഹൈനി, 2 രൂപത്തിൽ സാദൃശ്യമായിരിക്കുന്നു. കമാ അന്ന ഫിൽ ഫീലി, ഫീലിലുള്ളതുപോലെ, ഫറഇയ്യത്തൈനി, 2 ഫറ ഉള്ളതുപോലെ തന്നെ ഫീലിലും 2 ഫറ ഉണ്ട്. അപ്പോൾ ഈ ഇസ്മിലും 2 ഫറ വന്നു. ഏതൊക്കെയാണ് ഫീലിൽ ഉള്ള 2 ഫറ? ലഫ്ലിയത്തൻ, ഒന്ന് ലഫ്ലിയത്തും, കുറച്ച് കഴിഞ്ഞാൽ മാനവിയത്തൻ. ഇവിടെ കാണാം മാനവിയത്തും. ലഫ്ലിയത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? വഹുവ ഇസ്തിഖാഖുഹു മിനൽ മസ്തർ, മസ്തറിൽ നിന്നും നിർമ്മിക്കലാണ്. ഫീലിനെ നമ്മൾ എടുക്കലും മസ്തർ എന്നാണ്. ഏത് ഫീലിനെ നമ്മൾ നോക്കിയാലും മസ്തർ എന്നാണ് എടുക്കുക. അപ്പോൾ അത് ലഫ്ലിൽ വേറൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ഫീല് മസ്തർ ഇസ്മാണ് ശരിക്ക്. മസ്തർ എന്നുള്ളത് ഇസ്മ വരിക. അപ്പോൾ ഫഅലൻ അല്ലെങ്കിൽ ഫഅലുൻ എന്നൊരു മസ്തർ, ഈ മസ്തറിൽ നിന്നും ഫഅല എന്ന ഫീല് പിടിച്ചു. അപ്പോൾ അത് ലഫ്ലിയായ ഒരു ഫറആണ്. അപ്പോൾ മഅനവിയത്തൻ, മറ്റൊരു ഫറഅ് മഅനവിയത്ത്, ആശയപരമായത്. ബഹു ആശയപരമായ ഫറഇയ്യത്ത് എന്താണ്? ഇഫ്തിഖാറുഹു ഇലൽ ഫാഇൽ, ഫീൽ ഒരു ഫായിലേക്ക് ആവശ്യമാകുക എന്നുള്ളത്. ഫീല് ഒരു ഫായിലേക്ക്, ഏതൊരു ഫീലുണ്ടെങ്കിലും അതൊരു ഫായിൽ ആവശ്യമുണ്ടാവും. ഫായിലില്ലാതെ ഒരു ഫീലും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മാനയുമായി ബന്ധപ്പെട്ട ഒരു ഫറാണ്. അപ്പോൾ ഒരു ഫീലിൽ 2 ഫറഇയ്യത്ത് ഉള്ളതുപോലെ ഇസ്മിലും 2 ഫറഇയ്യത്ത് വന്നു. അപ്പോൾ ഫീലിൻ്റെ സ്വഭാവം ഇത്തരം ഇസ്മുകൾ കാണിച്ചു. ഫീലിൻ്റെ സ്വഭാവം എന്താ? ജറ് സ്വീകരിക്കൂല എന്നുള്ളത്. അതുപോലെ തന്നെ ഇത്തരം ഇസ്മുകളും തൻവീനോട് കൂടെയുള്ള ജറ് സ്വീകരിക്കുകയില്ല. ഫഖദ് സഖുല, അപ്പോൾ അത് ഭാരമായി, ആ ഇസ്മു ഭാരമായി. ഇൻദഹും, അവരുടെ അടുക്കൽ ഭാരമുള്ളതായി. അപ്പോൾ ഫലാ യുദ്ഖിലൂന, അവർ പ്രവേശിപ്പിക്കൂല, ഫീഹി, ആ ഇസ്മിൽ, അൽ ജറ, ജറിനെ, അൽ മുലാസിമ ലിത്തൻവീനി, തെൻവീനിനെ നിർബന്ധമാക്കുന്ന ജറിനെ പ്രവേശിപ്പിക്കൂല. കാരണം അന്ന തെൻവീന, തെൻവീൻ എന്നുള്ളത് മിൻ അലാമാത്തിൽ ഇസ്മി, ഇസ്മിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അൽ അഖഫി, അഖഫായ ഏറ്റവും ലളിതമായ ഇസ്മിൻ്റെ, അൽ അംകനി ഏറ്റവും പവറുള്ളതായ, ഏറ്റവും പവറുള്ള, മുത്തമക്കീന് വല്ല അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും പവറുള്ള ലളിതമായ
ഒരു ഇസ്മിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് തൻവീന്. അപ്പോൾ ഇത് ഇസ്മിൻ്റെ അടയാളത്തിൽ വരുന്ന വിഷയം ഏതിൽ വരില്ല? ഇത്തരം ഇസ്മുകളിൽ അവർ പ്രവേശിപ്പിച്ചില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പം ഇത്തരം ഇസ്മുകൾ ഒന്നിരിക്കെ ഈ രണ്ട് കാരണങ്ങളിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ രണ്ടിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നുണ്ടായി. ഇത്തരം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 9 ഫറകളാണ്. ഒന്ന് വസൻ ഫീല്, പിന്നെ മാരിഫ എന്ന് പറഞ്ഞാൽ പേര് എന്നാട്ടോ ഉദ്ദേശം, അലം എന്നാണ് ഉദ്ദേശം. ചില ഇതിൻ്റെ ഉദാഹരണത്തിന് അങ്ങനെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു കോളം കാണാം, സൈനബ് എന്ന ഇതിൽ 2 എണ്ണം ഉണ്ട്. ഏതാണത്? ഒന്ന് അലമും തെളിമും. എവിടെ ഇതെന്താ പറ്റി? അവനും വീണു പറയുന്നു. കളിച്ചപ്പോൾ വീണ രണ്ടാളും വീണത്. ഓനും വീണു. ടോം പറഞ്ഞു ഇവിടെ വീണെന്നാണല്ലോ. അതിൻ്റെ അവൻ വീണു.